അപ്പോൾ പൊതുകടത്തിൻ്റെ റേഷ്യോ ഉയർന്നു നിൽക്കുകയും നമ്മളൊരു പ്രതിസന്ധി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് പണം അങ്ങോട്ട് എത്തുകയും ചെയ്യുമ്പോൾ ഇത് യഥാർത്ഥത്തിൽ ആരുടെ പണമാണ്? ഭൂരിപക്ഷവും കൃഷിക്കാരൻ്റെയും അല്ലെങ്കിൽ കർഷകരുടെയും ഇടത്തരം തൊഴിലാളികളുടെയും മാത്രം പണമാണോ? അതോ ആക്ഷേപം ഉന്നയിക്കപ്പെടുന്ന പോലെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആക്ഷേപമല്ല ഞാൻ പറയുന്നത്, RBI ഭയപ്പെടുന്നത് പോലെ ഇതിനകത്ത് നമ്പർ 2 അക്കൗണ്ടുകൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പുവരികയാണ്? തീർച്ചയായിട്ടും നമ്പർ 2 അക്കൗണ്ടുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഉറപ്പുവരുന്നത്. ആർക്കും മനസ്സിലാക്കാവുന്നതാണ് അത്. കാരണം ഞാൻ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ദേശീയ ക്രെഡിറ്റ് സർവേ ആ റിപ്പോർട്ടിലാണ് 2015 പത്രങ്ങളിലൊക്കെ വന്ന റിപ്പോർട്ടാണ്. ഇത് വെബ്സൈറ്റിൽ നിന്ന് കിട്ടുന്നതോ എവിടുന്ന് ഞാൻ ചോർത്തിക്കൊണ്ട് വന്ന കള്ളക്കണക്കല്ല. അതനുസരിച്ച് കേരളത്തിലെ ഗ്രാമീണ മേഖലയിലെ 69% കർഷകരും കടക്കെണിയിലാണ്. അത് 6,47,000 രൂപയിലധികമാണ് ഒരു കുടുംബത്തിൻ്റെ കടം. അതുപോലെ കാർഷികേതര വൃത്തിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഗ്രാമീണരിൽ 47% കടക്കെണിയിലാണ്. 2,87,000 രൂപയാണ് ഒരു കുടുംബത്തിൻ്റെ ശരാശരി കടം. അങ്ങനെയുള്ള ഒരു ഗ്രാമീണ മേഖലയിൽ 3 ദിവസം കൊണ്ട് 2,800 കോടി രൂപ പ്രാഥമിക സഹകരണ സംഘങ്ങൾ വഴി സമാഹരിക്കപ്പെടണമെങ്കിൽ മന്ന പൊഴിഞ്ഞതുപോലെയാകണം, അല്ലാതെ അത് സാധിക്കുകയില്ല. അപ്പോൾ സാധാരണ രീതിയിൽ ഇത്തരം ബാങ്കുകൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സംശയത്തിൻ്റെ നിഴലിൽ വന്നു എന്നുള്ളതിൽ നമുക്ക് അത്ഭുതപ്പെടാൻ യാതൊരു കാരണവുമില്ല. പക്ഷേ അതുകൊണ്ട് സാധാരണ കർഷകരെ അല്ലെങ്കിൽ പ്രാഥമിക സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളെ ആക്കണ്ട? തീർച്ചയായിട്ടും ആക്കണ്ട. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അതല്ല ഉദ്ദേശിക്കുന്നത്, റിസർവ് ബാങ്കും അതല്ല ഉദ്ദേശിക്കുന്നത്. ഇതിലെ കള്ളന്മാരെ പൊക്കിയെടുക്കുക, അല്ലാത്ത സത്യസന്ധരായിട്ടുള്ള അവർക്ക് വളരെ ശക്തമായ രീതിയിൽ പിന്തുണ നൽകുക, അത് തന്നെയാണ് റിസർവ് ബാങ്കും ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർഷകരെ വേണ്ട രീതിയിൽ സഹായിക്കുകയും അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുക്കുകയും അവർക്ക് കൊടുത്ത പണം കർഷകർക്ക് വായ്പ കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ വായ്പ കൃഷിക്കെന്ന് പറഞ്ഞ് എടുത്ത വായ്പ എന്തിനുപയോഗിച്ചു, അത് ഫോളോ അപ്പ് ചെയ്യാനും പ്രാഥമിക സഹകരണ സംഘങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ പണം കൃഷിക്ക് തന്നെ ചെലവഴിക്കപ്പെടുന്നു എന്ന് ശ്രദ്ധിക്കാത്തത്? അവർക്കതിന് നേരമില്ല. അവർക്ക് എന്തിനാണ് നേരമുള്ളതെന്നറിയോ? ഓരോ പാർട്ടിക്കാരും അവരവരുടെ സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുന്നു. സഹകരണ സംഘത്തിൽ അവരുടെ ആൾക്കാരെ മേലധികാരികളാക്കി കൊണ്ടുവരുന്നു. ഈ മേലധികാരികൾ പരസ്പരം പുറംചൊറിയുന്നു. എന്തിനാണെന്നറിയാമോ? അതിൽ വന്നുകൂടുന്ന ആ പണം അത് കള്ളപ്പണമാണോ വെള്ളപ്പണമാണോ എന്ന് അന്വേഷിക്കുന്നില്ല. അങ്ങനെ വന്നുകൊള്ളട്ടെ, ഏത് പണവും വന്നുകൊള്ളട്ടെ, ഈ വരുന്ന പണം മുഴുവനും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, ഞങ്ങൾക്ക് അത്യാവശ്യം ആവശ്യമുള്ളവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കും. അതിനിടയ്ക്ക് ഏതെങ്കിലും കർഷകൻ വായ്പ എടുത്താലായി, പശുവിനെ മേടിക്കുന്നു എന്ന് പറഞ്ഞ് വായ്പ എടുത്തിട്ട് കള്ള് ഷാപ്പിൽ കൊണ്ടേ കൊടുത്താലായി, ഇതൊന്നും അന്വേഷിക്കുന്നില്ല. ടീച്ചർ പറഞ്ഞു പരസ്പരം ചൊറിയുന്നു എന്ന് പറഞ്ഞു. ഈ പരസ്പരത്തിൽ മൂന്നാമതൊരു കക്ഷി ഇവിടെയുണ്ട്. ഈ BJPയുടെയും ഒരു ബാങ്കുണ്ട്. ആ കക്ഷി ഇതേ ചാനലിൽ ഇരുന്നപ്പോൾ നമ്മുടെ ഒരു അവതാരകൻ ചോദിച്ചു, നിങ്ങളുടെ ബാങ്കുകളിൽ ഈ KYC നിയമം ബാധകമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പപ്പ പറഞ്ഞിട്ട് ഓടിയത് നമ്മളെല്ലാം കണ്ടതാണ്. അവിടെ ഈ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾ ഇത്രയും നിക്ഷേപം എങ്ങനെ ഉണ്ടാക്കി? ശ്രീശാന്തിൻ്റെ പണമാണോ മോഹൻലാലിൻ്റെ പണമാണോ? ഈ ടീച്ചർ ഇവിടെ പറഞ്ഞല്ലോ കൃഷി നശിച്ചു എന്ന്. കൃഷി നശിച്ചതുകൊണ്ട് കൃഷി നശിക്കാൻ കാരണം സഹകരണ ബാങ്ക് അല്ല. ഇവിടെ കാർഷികൻ്റെ ഉൽപ്പന്നത്തിന് വില കിട്ടിയാലല്ലേ കൃഷി വീണ്ടും ചെയ്യാൻ പറ്റുള്ളൂ. 1 ലക്ഷം രൂപ വരെ ലോൺ എടുത്തിട്ട് അതിനെ കൊണ്ട് 50,000 രൂപയ്ക്ക് വിറ്റാൽ പിന്നെ അവൻ കൃഷി ചെയ്യുമോ? ഞാൻ ഈ ടീച്ചറുടെ ലേഖനങ്ങളും പ്രസംഗങ്ങളും എല്ലാം മുഴുവൻ വായിച്ച് എൻ്റെ ഒരു ആരാധിക കൂടിയായിരുന്നതാണ്. ഇപ്പോൾ ഇങ്ങനെ വന്ന ഈ അവസരത്തിൽ ഞങ്ങളുടെ എല്ലാവരെയും പാവപ്പെട്ട ഈ തൊഴിലുറപ്പുകാരെയും മത്സ്യത്തൊഴിലാളികളെയും ഓട്ടോറിക്ഷക്കാരൻ്റെയും പണം കൊണ്ടിട്ടിരിക്കുന്ന സഹകരണ ബാങ്കിന് കള്ളപ്പണക്കാരുടെ പണമെന്ന് പറയുന്ന ഈ ആനക്കൊമ്പിലെ ഗ്ലോബൽ എഴുത്തുകാരനായാലും ശരി, ഇതുപോലുള്ള മാന്യയായ ടീച്ചർ എഴുതിയാലും ശരി, ഞങ്ങളിത് സഹിക്കില്ല. ഇത് ഒരു ശുദ്ധികലശം സഹകരണ സംഘങ്ങളിൽ വേണം എന്നുള്ള നിർദ്ദേശം വന്നാൽ അതിനെ എങ്ങനെയാണ് സ്വീകരിക്കുക? മറ്റൊന്ന്, നമ്പർ 2 അക്കൗണ്ടുകളില്ലേ? ഇത്രയും ജനങ്ങളുടെ ഇടപാടുകൾ നടക്കുന്ന സന്ദർഭത്തിൽ സഹകരണ ബാങ്കുകൾ, നിങ്ങൾ പരിശോധിക്കേണ്ടത് കേരളത്തിലുടനീളം സഹകരണ ബാങ്കുകളുടെ മുമ്പിൽ വന്നിരുന്ന ജനങ്ങളെ പരിശോധിക്കുക. അവിടെ ഏത് കള്ളപ്പണക്കാരനാണ് വന്നത്? ഏത് കള്ളപ്പണക്കാരൻ്റെ പണമാണ്? ഞങ്ങളുടെ മന്ത്രി തന്നെ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, കള്ളപ്പണമുണ്ട് പരിശോധിക്കട്ടെ. കള്ളപ്പണമുണ്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ, പരിശോധിച്ച് കള്ളപ്പണം കണ്ടുകിട്ടിക്കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ ഞങ്ങളാരും തയ്യാറില്ല. നമ്പർ 2 അക്കൗണ്ടുകളുണ്ടോ? അക്കൗണ്ടുകളുടെ സുതാര്യത എന്താണ് സഹകരണ ബാങ്കുകളിൽ? RBI പ്രവർത്തിക്കുന്നത് പാർലമെൻറ്റ് പാസ്സാക്കിയ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. കേരളത്തിലെ പ്രൈമറി ബാങ്കുകൾ പ്രവർത്തിക്കുന്നത് കേരള നിയമസഭ പാസ്സാക്കിയ ബില്ലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് രണ്ട് വ്യത്യാസം ഇതിനകത്തുണ്ട്. ആ വ്യത്യാസത്തെ വളരെ വ്യക്തമായി കാണാൻ വേണ്ടി കഴിയണം.
RBI റൂള് 100% നടപ്പിലാക്കുന്നത് ജില്ലാ ബാങ്കുകളാണ്, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. ജില്ലാ ബാങ്കുകൾ RBI റൂൾസ് 100% പാലിച്ച് നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ 2013 RBI ഇറക്കിയ സർക്കുലറിൻ്റെ വെളിച്ചത്തിൽ KYC വെച്ചുകൊണ്ട് തന്നെ പ്രൈമറി ബാങ്കുകളിലും ഡെപ്പോസിറ്റ് സ്വീകരിക്കണമെന്ന നിർദ്ദേശം കേരളത്തിലെ പ്രൈമറി ബാങ്കുകൾ നടപ്പിലാക്കിയിട്ടുണ്ട്. സഹകരണ ബാങ്കുകളിലെ നിക്ഷേപം സംബന്ധിച്ച് അതിൻ്റെ വരവും ചെലവും തമ്മിലുള്ള കണക്കുകളിൽ വ്യത്യാസമുണ്ടോ? മാർഷലെ, എനിക്ക് ശ്രീ പത്മകുമാറും മേരി ടീച്ചറും പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. എന്താണ് ഈ നമ്പർ 2 അക്കൗണ്ട് എന്നുള്ളത് എനിക്കറിയില്ല, എനിക്കത് മനസ്സിലാകുന്നുമില്ല. ഒന്ന്, സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങൾ എനിക്ക് നന്നായിട്ടറിയാം. കാരണം ദീർഘകാലം ഒരു സർവീസ് സഹകരണ ബാങ്കിൻ്റെ പ്രസിഡൻ്റായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. സർവീസ് സഹകരണ ബാങ്കിൽ അംഗങ്ങൾക്ക് അക്കൗണ്ടുണ്ട്. ആ അക്കൗണ്ട് സർവീസ് സഹകരണ ബാങ്കിൻ്റെ അക്കൗണ്ടാണ്. സർവീസ് സഹകരണ ബാങ്ക് അവർക്ക് കിട്ടുന്ന ഡെപ്പോസിറ്റ്സ് കയ്യിൽ വെക്കാൻ കഴിയാത്തത് ജില്ലാ സഹകരണ ബാങ്കിലാണ് നിക്ഷേപിക്കുന്നത്, അല്ലാതെ ഈ ആളുകളുടെ പേരിലല്ല, സർവീസ് സഹകരണ ബാങ്കിൻ്റെ പേരിലാണ്. പത്മകുമാർ പറഞ്ഞതുപോലെ ഈ അക്കൗണ്ട് ഹോൾഡറുടെ പേരിൽ, ഓരോരുത്തരുടെയും പേരിൽ ജില്ലാ സഹകരണ ബാങ്കിൽ വേറെ അക്കൗണ്ട് എടുത്ത് അവിടെ എന്ത് ന്യായമാണെന്നുള്ളത് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ന്യായമായും അറിയാവുന്നതാണ് എൻ്റെ ഒരു ധാരണ. സർവീസ് സഹകരണ ബാങ്ക് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ആളുകൾ വരുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ആ ഡെപ്പോസിറ്റ് സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റാണ്. അവിടെ മിച്ചം വരുന്ന അല്ലെങ്കിൽ അധികം വരുന്ന, ഒരു ദിവസം സൂക്ഷിക്കാൻ കഴിയാത്ത അതിനപ്പുറത്തൊക്കെ ഉള്ള തുക അവർ ജില്ലാ സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. ആ ജില്ലാ സഹകരണ ബാങ്കിൽ ആ സർവീസ് സഹകരണ ബാങ്കിന് ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ. ആ അക്കൗണ്ടിലാണ് നിക്ഷേപിക്കുന്നത്. വ്യക്തിയുടെ അക്കൗണ്ടും സ്ഥാപനങ്ങളുടെ അക്കൗണ്ടും ഒരേ രീതിയിൽ കണക്കാക്കുന്നതാണ് ഇവിടെ ഒരു തെറ്റ്. ഈ ഡിനോമിനേഷൻ, ഈ മറ്റേ നോട്ട് മാറുന്നതിൽ അസാധുവാക്കിയതിൽ വന്ന ഒരു പിശകതാണ്. സ്ഥാപനത്തെയും വ്യക്തിയെയും ഒരുപോലെ കണക്കാക്കാൻ കഴിയുമോ? ഇവിടെ എന്താണ് നമ്പർ 2 അക്കൗണ്ട്? സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ട് വേറെ, ജില്ലാ സഹകരണ ബാങ്കിലെ അക്കൗണ്ട് വേറെ. സർവീസ് സഹകരണ ബാങ്കുകളെ ഈ പറഞ്ഞ് ആക്ഷേപിക്കരുത്. സ്റ്റേറ്റ് ബാങ്ക്, SBT, SBI പോലുള്ള ബാങ്കുകൾ ഒരു 5 സെൻറ്റിൻ്റെ ഒരു കരം തീർന്ന രസീത് കൊണ്ടുവന്നിട്ട് എത്ര ഗോൾഡ് വേണോ അവിടെ വെച്ച് ലോൺ കൊടുക്കുന്ന സംവിധാനമുണ്ട്. അത് കർഷകനെ സഹായിക്കാനെന്നാണ് പറയുന്നത്. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ കൊടുക്കുന്നത്? ഈ കർഷകനാണോ ഇത് യഥാർത്ഥത്തിൽ കിട്ടുന്നത്? അപ്പോൾ ഇത് ഭാരതീയ ബാങ്ക് നടത്തുന്ന പരിപാടിയാണ്. എന്നിട്ടാണ് നിങ്ങൾ ഈ സഹകരണ ബാങ്കിനെയും സഹകരണ സംഘത്തിനെയൊക്കെ വെറുതെ തരം താഴ്ത്തി കെട്ടുകയാണ്. മാസങ്ങളായി ചെറിയ നിക്ഷേപം ഇട്ടാണ് ആളുകൾ ചിട്ടിക്ക് ചേർന്നിരിക്കുന്നത്. ആ ചിട്ടി പിടിച്ച് 2 ആഴ്ചയായിട്ടും അവർക്ക് പൈസ റിലീസാവാൻ പറ്റുന്നില്ല. അതിനാരും മോദി ഉത്തരം പറയൂ? നിങ്ങളിവിടെ പറയുന്നതെല്ലാം രാഷ്ട്രീയമാണ്. പക്ഷേ ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞത്. ഞാൻ ഇതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ടാണ്. ഈ പറയപ്പെട്ട ഒരു രാഷ്ട്രീയത്തിൻ്റെയും പുറകെ പോകുന്ന വ്യക്തിയല്ല ഞാൻ. ടീച്ചർ ഈ പറഞ്ഞതെല്ലാം ശരിയാണ്. അതിനൊന്നും ഈ കള്ളപ്പണം പിടിക്കുന്നതിനും അതിനെ ആക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പക്ഷേ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കോടിയിലധികം വരുന്ന ഈ സഹകരണ ബാങ്കുകളിലെ അക്കൗണ്ടുകാർ, എന്നെ പോലെയുള്ള ഗ്രാമീണർ എന്ത് ചെയ്യണം? എൻ്റെ ഒരു ചെറിയ അക്കൗണ്ട്, ഒരു ചെറിയ ഡെപ്പോസിറ്റ് ഉള്ളത് പിൻവലിച്ച് എനിക്കൊരു കാര്യം നടത്താൻ നിവൃത്തിയുള്ളൂ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു തരും.